ശിവാനി, ശിവാനി. ഹായ് ത്രിവിക്രം. തൃശ്ശൂരിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എല്ലാരും ചേർന്ന് അവനങ്ങ് മാറ്റിക്കളഞ്ഞല്ലോ. കാണാനും വലിയ കുഴപ്പമില്ലായിരുന്നു. അതെല്ലാം മോസ്റ്റ്ലി നിന്റെ ഐഡിയ ആയിരിക്കും അല്ലേ? അപ്പോഴേ തോന്നി അതുപോലത്തെ സ്റ്റൈലെല്ലാം നിന്റെ ടേസ്റ്റ് ആണല്ലോ. തൃശ്ശൂരിനെ പറ്റി ശിവാനിയോട് എങ്ങനെ ചോദിക്കുക? ത്രിവിക്രം, എന്തൊന്നും മിണ്ടാത്തെ? എന്തു പറ്റി? ശിവാനി, എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ. എന്നോട് ചോദിക്കാൻ എന്തിനാ മടിക്കുന്നേ? അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? അത് ഇപ്പൊ തൃശ്ശൂരായിട്ട് താൻ ഭയങ്കര ക്ലോസ് ആണല്ലേ? അതെ, അവൻ എന്നോട് കുറച്ച് അധികം സംസാരിക്കാറുണ്ട്. അപ്പോ തനിക്ക് അവന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നുവെച്ചാ? അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന കാര്യം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇതൊന്നും എന്നോട് പറഞ്ഞില്ല അല്ലേ? എന്താ ശിവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ത്രിവിക്രം, തൃശ്ശൂർ എന്റെ പിറകെ നടക്കുന്ന കാര്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടാവോ? ശിവാനി, ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ. എന്തുകൊണ്ട് എന്നോട് ഇതൊന്നും പറയാതിരുന്നേ? ത്രിവിക്രം, നീ എന്നോട് ക്ഷമിക്കണം. അതെന്താന്ന് വെച്ചാ ഇതൊക്കെ തനിക്ക് അറിയാതിരുന്നിട്ട് എന്നോട് പറയാതിരുന്ന വളരെ മോശമായി പോയി. ആ തൃശ്ശൂരിനോട് ചോദിച്ചാ അവനൊന്നും പറയില്ല. നിങ്ങളൊക്കെ കൂടി എന്നെ കളിപ്പിച്ചോണ്ടിരിക്കുക. എന്താ ശിവാനി താനൊന്നും മിണ്ടാത്ത? എന്നോട് ഇതൊന്നും പറയാൻ പാടില്ലേ? ഓ, അപ്പൊ ഇതും അവന്റെ ഐഡിയ ആയിരിക്കും അല്ലേ? അല്ല ത്രിവിക്രം, അങ്ങനെയൊന്നുമല്ല. അവൻ ആരെ സ്നേഹിക്കുന്നെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. താൻ എന്നോട് നുണ പറയണ്ട ശിവാനി. അവൻ തന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ത്രിവിക്രം, അവൻ ഓരോ സമയത്ത് ഓരോന്നാ പറയാറ്. നിനക്കെന്നെ അറിയാലോ, ചില സമയത്ത് ഏതെങ്കിലും ഹീറോയിനെ കാണിച്ചിട്ട് ഇതാണ് എന്റെ പെണ്ണെന്ന് പറയും. ചില സമയത്ത് വേറൊരാളെ കാണിച്ചിട്ട് അതാണ് എന്റെ പെണ്ണെന്ന് പറയും. നമ്മൾ ഏത് വിശ്വസിക്കാനാ പറ? അല്ല, അവൻ ആരെയോ ശരിക്കും പ്രേമിക്കുന്നുണ്ട്. ആ കാര്യം സത്യ. അതാരാണെന്ന് തനിക്ക് അറിയില്ലല്ലോ? ഇല്ല ത്രിവിക്രം. അല്ല, അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? അത് ഡാഡി എന്നോട് എപ്പോഴും ചോദിക്കും, നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഈ കാര്യങ്ങളൊന്നും നിനക്ക് അറിയില്ലെന്ന്. എത്ര ചോദിച്ചിട്ട് അവൻ ഈ കാര്യം പറയുന്നുമില്ല. അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും അറിയോന്ന് ചോദിച്ചേ. ത്രിവിക്രം, അവൻ സീരിയസ് ആയിട്ട് ആരെയും പ്രേമിക്കുന്നില്ലെന്നാ തോന്നുന്നത്. അത് നീ അങ്ങ് വിട്ടേക്ക്. ഭാഗ്യം, ത്രിവിക്രം ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു സുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി. ഹലോ മിസ്റ്റർ തൃശൂൽ ദിഗ്വിജയ്, ഇങ്ങ് വന്നേ. അച്ഛാ, എന്താടാ ഇത്? അത് വെറുതെ ഒരു പാട്ടൊക്കെ പാടി അങ്ങ് പോയിരുന്നു. ഞാൻ ചോദിച്ചത് അതല്ല മോനെ. ഞാൻ നിന്നോട് ഇടാൻ പറഞ്ഞ ഡ്രസ് ഏതാ? നീ ഇട്ടിരിക്കുന്ന ഡ്രസ് ഏതാ? ആ ഡ്രസ് എവിടെ പോയി? അച്ഛാ, ഞാൻ ഇത് തന്നെ ഇട്ടോളാം. എന്താടാ ആ ഡ്രസ് നിനക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായിന്ന് പറഞ്ഞ് നീ തന്നെ സെലക്ട് ചെയ്തതല്ലേ? ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതാ. പക്ഷെ അത് തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നേ. നിങ്ങൾ എന്നെ ദത്തെടുത്തൊരു മകന്റെ സ്ഥാനം തന്നിട്ടുണ്ടാവും. പക്ഷെ എന്നെ വളർത്തി വലുതാക്കിയതൊക്കെ അവരല്ലേ. അവരെന്നെ എങ്ങനെയാണോ വളർത്തിയത്, ഞാൻ അങ്ങനെ തന്നെയാണ് ആയിരിക്കേണ്ടത്. എന്താടാ നിനക്കിവിടെ എന്താ ഒരു കുറവ്? ക്യാഷ് ഉണ്ട്, നീ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടും. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുമെന്ന് കരുതി എനിക്ക് മാറാൻ കഴിയുന്നില്ല. അങ്ങനെ മാറിയ പിന്നെ എന്റെ ജീവിതത്തിന് അർത്ഥമേ ഉണ്ടാവില്ല. ഇത്രയും വർഷം ഇവൻ ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ മകനായുടൻ ആള് മാറിയെന്ന് ആരും ഒരിക്കലും പറയരുത്. അത് വേണ്ടച്ചാ. നിങ്ങൾ എനിക്കൊരു മകന്റെ സ്ഥാനം തന്നു. അതിനേക്കാൾ പുണ്യം വേറെ എന്താ എനിക്ക് വേണ്ടേ? അതിന്റെ മുന്നിൽ ഡ്രസ്സ് ആയാലും അതുപോലെ ക്യാഷ് ആയാലും ഒന്നും തന്നെ വലുതല്ലച്ചാ. എനിക്ക് നിങ്ങളെങ്ങനെയാണോ
അതുപോലെ തന്നെ എനിക്ക് ജന്മം തന്നവരും. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ത്രാസിന്റെ 2 വശത്തായി ഇരിക്കാന്ന് വിചാരിക്കേ. ഞാൻ ആരെങ്കിലും സൈഡിൽ നിന്നാ ആ സൈഡ് തൂക്കം കൂടി താഴെ പോവില്ലേ? അത് വേണ്ടച്ചാ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് രണ്ടുപേരും ഒരുപോലെ വേണം. അതുകൊണ്ട് ഇതൊന്നും വേണ്ടച്ചാ. ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ ആയിക്കോളാം. സോറി അച്ഛാ. ഏയ് എന്താടാ, കൂൾ ഡൗൺ. സോറിയൊക്കെ എന്തിനാ ചോദിക്കുന്നത്? എന്റെ മകൻ ഇത്രയും വളർന്നല്ലോ എന്നോർത്തും ഇത്രയും മച്ചൂർഡായിട്ട് പെരുമാറുന്നല്ലോ എന്നോർത്തും എനിക്ക് അഭിമാനമുണ്ട് മോനെ. ഈ ആലോചന എന്റെ അല്ല അച്ഛാ, എന്റെ പെണ്ണിന്റെ. വാട്ട്? ആദ്യം ഞാൻ ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്റെ കണ്ണു തുറന്നത് എന്റെ പെണ്ണ. നിന്റെ പെണ്ണോ? അതെ അച്ഛാ. ഞാൻ മാറുന്നത് അവൾക്ക് ഇഷ്ടാവുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ആദ്യം എനിക്കും മനസ്സിലായില്ല. പിന്നെ ഞാനിരുന്ന് ആലോചിച്ചപ്പോ അതാണ് ശരിയെന്ന് തോന്നി. വെരി ഗുഡ്. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എത്ര സന്തോഷമായെന്നറിയോ മോനെ. ഡാ, എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ കാണണം. നീ ഒന്ന് പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നേ. അയ്യോ, ഞാൻ അന്ന് തന്നെ അച്ഛനോട് പറഞ്ഞിരുന്നല്ലോ, ഞാൻ അവളെ മുൻപേ കൊണ്ടുവന്ന് നിർത്തുന്നത് വരെ എന്നോടൊന്നും ചോദിക്കാൻ പാടില്ലെന്നുള്ള കാര്യം. എന്റെ പൊന്നു മോനെ, അവിടെ ഒരു ഫോട്ടോ എങ്കിലും ഒന്ന് കാണിക്കോ? ഇല്ല, അവളെ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വന്ന് അച്ഛന്റെ മുന്നിൽ നിർത്താം. അതുവരെ നിങ്ങളും ഒന്നും ചോദിക്കരുത്, ഞാനും ചോദിക്കില്ല. ബൈ 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 ബൈ. യെസ് സർ. ബ്രോ, എന്താടാ ഷൂട്ടും കോട്ടൊക്കെ ഇട്ട് ഗേൾഫ്രണ്ട് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്താ പോയില്ലേ? ആര് പറഞ്ഞു ഞാൻ പോയില്ലെന്ന്? എന്നുവെച്ചാ ഞാൻ പോയിരുന്നു. അപ്പോ അവൾക്ക് എന്റെ ഡ്രസ് ഇഷ്ടമായില്ല എന്ന് പറയുകയും ചെയ്തു. നീ ഗേൾഫ്രണ്ടിന് മീറ്റ് ചെയ്യാൻ പോയോ? എപ്പോ, എവിടെ വെച്ച്? അവളുടെ വീട്ടില്. അതായത് അവളുടെ വീടിന്റെ അടുത്തുള്ള കോഫി ഷോപ്പിലായിരുന്നു. കോഫി ഷോപ്പിലോ? ആ, കോഫി ഷോപ്പിൽ ഒരേ ഒരു കപ്പിൽ കോഫി കുടിച്ചോണ്ട് പതുക്കെ പതുക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കായിരുന്നു. വെറുതെ കള്ളം പറയില്ലേ തൃശ്ശൂർ. നീ എവിടെയും പോയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബ്രോ, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? അല്ല, നിങ്ങൾ എന്റെ പുറകെ വന്നായിരുന്നോ? നോ, നീ വീട്ടിൽ നിന്ന് പോയിട്ട് കുറെ നേരം ആയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ബ്രോ, ഞങ്ങളുടെ കാര്യമെല്ലാം കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. ബ്രോ, പിന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ തന്ന ഐഡിയ ഇല്ല, അത് ഫ്ലോപ്പായി പോയി. ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഒന്നും ഇടുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാന്ന് എന്നോട് പറഞ്ഞേ. വേസ്റ്റ് ബ്രോ. എന്ന് വെച്ചാ? ബ്രോ, നീ തന്ന ഐഡിയ വേസ്റ്റ് ആയി പോയെന്നാ ഞാൻ പറഞ്ഞേ. ബ്രോ, ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. പാവം നിങ്ങള്. ഞാൻ പാവാന്ന? അതെന്താ? അതൊക്കെ വഴിയേ അറിഞ്ഞോളൂ. വാട്ട്? ഒന്നില്ല, എല്ലാം ദൈവഹിതമല്ലേ. എന്നാ ഞാൻ പോട്ടെ. തൃശ്ശൂർ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. നിന്റെ ഗേൾഫ്രണ്ടിനെ എത്രയും വേഗം തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അവളെ ഞാൻ ഇല്ലാതാക്കും. നിന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും. ഇന്ന് അമാവാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. ഇന്ന് നാഗമാണിക്യത്തിൽ നിന്ന് ഒരു ദിവ്യശക്തി പുറത്തു വരുന്ന ദിവസവുമാണ്. ആ ദിവ്യശക്തി ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഞാൻ ആവാഹിച്ചാൽ എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതായിരിക്കും. ആദിശേഷനെ കണ്ടുപിടിക്കാൻ തൃശൂലിന്റെ സഹായം പോലും എനിക്ക് വേണ്ടി വരില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ച് അവന്റെ കഥ അവസാനിപ്പിക്കും. നന്ദീശ, എന്താ മുതലാളി വിളിച്ചേ? ഇന്ന് രാത്രി നമുക്കൊരിടം വരെ പോകാനുണ്ട്, ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് മുതലാളി. ഇന്ന് അമാവാസ്യയല്ലേ? നാഗമാണിക്യം എടുക്കാൻ ഗുഹയിൽ പോകേണ്ട ദിവസം. നാഗമാണിക്യം എടുക്കാൻ ഗുഹയിലേക്ക് പോകേണ്ട ആവശ്യമില്ല നന്ദീശ. വേറൊരു സ്ഥലത്തേക്കാ പോകേണ്ടത്. വേറെ സ്ഥലത്തേക്ക് പോവാനോ? നാഗമാണിക്യം ഗുഹയിൽ? നാഗമാണിക്യം ആ ഗുഹയിൽ ഇല്ല നന്ദീശ. അത് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. മുതലാളി എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമൃത നാഗമാണിക്യത്തിന്റെ പുറകെ ആയിരുന്നു. അവള് കാണാതെ എനിക്ക് ആ നാഗമാണിക്യം മാറ്റണമായിരുന്നു. അതിനു പറ്റിയ സുരക്ഷിതമായ ഒരു സ്ഥലവും ഞാൻ കണ്ടെത്തി. അതങ്ങോട്ട് ഞാൻ മാറ്റുകയും ചെയ്തു. നിന്നോട് ഈ കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് നന്ദിച്ച. പക്ഷേ ഓരോരോ ടെൻഷൻ കാരണം ഞാനത് മറന്നുപോയി. അതൊന്നും സാരമില്ല മുതലാളി. നാഗമാണിക്യം എന്തായാലും സുരക്ഷിതമായിട്ടിരിക്കുന്നുണ്ടല്ലോ, അത് കേട്ടാ മതി. ഇനി അത് സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ തലപോയിക്കേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട്
നമുക്കൊക്കെ പോവാം. ഓക്കെ. ആ നാഗമാണിക്യത്തിന്റെ ശക്തി കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞാൻ. ഒരിക്കൽ ആ നാഗമാണിക്യത്തിന്റെ ശക്തി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ തടയാൻ ആർക്കുമാവില്ല. ആദിശേഷന് പഴയ ഓർമ്മകളൊന്നും തിരികെ ലഭിക്കാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് നാഗമാത. ഇനി ഒന്നും ചെയ്യാതെ ഞാൻ വെറുതെ സമയം കളയുകയാണെങ്കിൽ ആദിശേഷനെ വീണ്ടും എനിക്ക് നഷ്ടപ്പെടുമെന്നൊരു ഭീതി എനിക്കുണ്ട്. അതിപ്പോ എന്താ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ഞാൻ ത്രിവിക്രമനോട് നാഗലോകത്തെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ആദിശേഷന്റെ പുനർജന്മം അവൻ തന്നെയാണെന്ന് അറിയിക്കാൻ പോവാ. ഇല്ല നാഗമാത, ഇത്തവണ എന്നെ അതിൽ നിന്നും തടയാൻ അവിടുന്ന് ശ്രമിക്കരുത്. ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. എന്നെ അനുഗ്രഹിക്കണം നാഗമാത. ശിവാനി, ഗുരുദേവ, അങ്ങില്ലാത്തത് കാരണം എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയാതിരിക്കുകയായിരുന്നു. ഭൂലോകത്തിൽ എനിക്കും ആദിശേഷനും ഇടയിൽ അകലമുണ്ടാകുമോ എന്ന ഭീതിയാകുന്നു. അങ്ങയോട് എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഗുരുദേവ. ആ വിഷയം പിന്നെ ചർച്ച ചെയ്യാം ശിവാനി. ഇപ്പോൾ നിന്നെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. എന്താണത് ഗുരുദേവ? ഇന്ന് ഘോരമായ അമാവാസിയാണ്. നാഗമാണിക്യത്തിനുള്ള വിശേഷ ശക്തി പുറത്തു വരുന്ന ദിവസം. ആ ശക്തി നമുക്ക് ലഭിച്ചാൽ നാം വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം നടക്കും ശിവാനി. ഗുരുദേവ, അങ്ങനെയെങ്കിൽ നാഗമാണിക്യം തിരിച്ചു കിട്ടാൻ വേറെ വഴിയില്ലേ? അതിന്റെ ശക്തി ദുഷ്ടരുടെ കയ്യിൽ എത്തിച്ചേരും. എന്നുവെച്ചാ ഇന്ന് നമ്മൾ നാഗമാണിക്യത്തിൽ നിന്നും പുറത്തു വരുന്ന ശക്തി ദുഷ്ടരുടെ കയ്യിൽ എത്തിച്ചേരുന്നത് തടഞ്ഞേ പറ്റൂ. അതിന്ന് സാധ്യമായില്ലെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും അവരിൽ നിന്നും നാഗമാണിക്യം നമുക്ക് ലഭിക്കുകയില്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ആ ശക്തി അവരിൽ എത്താതെ എങ്ങനെയാണ് തടയുക? നമുക്കിനിയും ആ ദുഷ്ടതയെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. അതിനുവേണ്ടിയാണ് എന്റെ തപസ് പാതി വഴിയിൽ നിർത്തി ഞാൻ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ ദുഷ്ടന്മാരെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചെന്നോ? ഇല്ല, ആ ദുഷ്ടർക്ക് നാഗമാണിക്യത്തിന്റെ ശക്തി അവർക്ക് ലഭിക്കാതിരിക്കുവാനുള്ള ഒരു വഴിയുണ്ട് എന്റെ കയ്യിൽ. എന്ത് വഴിയാണത്? ആദിശേഷൻ. ആദിശേഷനോ? അതെ, നിന്റെ ആദിശേഷൻ മൂലം എല്ലാം സാധ്യമാണ്. ആദിശേഷൻ ഈ മന്ത്രം ജപിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അവന്റെ അടുത്ത് ചെന്ന് അവനെ കൊണ്ട് ഈ മന്ത്രം ചൊല്ലിപ്പിക്കാം. സാവകാശം വേണം ശിവാനി. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ മന്ത്രം ചൊല്ലുവാൻ വൃക്ഷവനത്തിലുള്ള ശിവന്റെ സന്നിധിയിൽ തന്നെ പോയേ പറ്റൂ. അതും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ വേണം. എങ്കിൽ മാത്രമേ കാര്യം സാധ്യമാവൂ. എന്നാൽ അതുകൊണ്ട് എന്റെ ആദിശേഷന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, ഇതുമൂലം നിന്റെ ആദിശേഷനെ നിനക്ക് സമ്പൂർണമായും ലഭിക്കും. മന്ത്രപഠനം നടത്തുമ്പോഴേക്കും നാഗലോകത്തെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളും ആദിശേഷന് തിരികെ ലഭിക്കും. നാഗമാണിക്യത്തിൽ നിന്നും പുറത്തു വരുന്ന ശക്തി ദുഷ്ടരുടെ ദേഹത്ത് ചേരാതെ നിന്റെ ആദിശേഷനിൽ തന്നെ വന്നു ചേരും. ഗുരുദേവ, അങ്ങ് പറയുന്നതെല്ലാം സത്യമാണോ? എന്റെ ആദിശേഷന് നാഗലോകത്തെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും തിരികെ ലഭിക്കുമോ? ഉറപ്പായും. നാഗമാണിക്യത്തിന്റെ ശക്തി അവന്റെ ദേഹത്ത് പതിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സമാഗമമാവും. നിങ്ങളുടെ പ്രണയം ദൈവത്തിന്റെ വരദാനമാണ്. നാഗലോകത്തിന്റെ യുവരാജാവും യുവറാണിയുമായി നിങ്ങൾ വാഴും. നിന്റെ 23 വർഷത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതായിരിക്കും. ഗുരുദേവ, അങ്ങ് പറഞ്ഞതുപോലെ സംഭവിച്ചാൽ മതി. ആലോചിക്കണ്ട, എല്ലാം പരമേശ്വരന്റെ അനുഗ്രഹം പോലെ. നിന്റെ ആദിശേഷൻ ഓർമ്മകളെല്ലാം വന്നതിന് ശേഷം അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ
അവനെ കൊന്നവരെയും നാഗമാണിക്യം മോഷ്ടിച്ചവരെയും നിനക്ക് കണ്ടെത്തുവാൻ സാധിക്കും. എന്നെ അനുഗ്രഹിച്ചാലും ഗുരുദേവ, ഞാൻ എന്റെ ആദിശേഷനെ തിരികെ ഈ നാഗലോകത്തേക്ക് തന്നെ കൊണ്ടുവരും. എല്ലാം നടക്കട്ടെ, പോയി വരും. ഇന്നെന്റെ ആദിശേഷന്റെ പഴയ ഓർമ്മകളെല്ലാം തിരികെ കിട്ടുന്ന ദിവസമാണ്. ഇന്നെന്റെ ആദിശേഷനെ എനിക്ക് പൂർണ്ണമായും തിരികെ കിട്ടാൻ പോവാ സുന്ദരി. ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനെ ഇന്ന് രാത്രി വൃക്ഷവനത്തിലേക്ക് കൊണ്ടുപോയി ആ താളിയോലയിലുള്ള മന്ത്രങ്ങളെല്ലാം ഞാൻ ചൊല്ലിക്കും. അപ്പോൾ ത്രിവിക്രമന് പഴയതെല്ലാം ഓർമ്മ കിട്ടും. കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ആദിശേഷനെ ഈ ജന്മത്തിൽ എനിക്ക് തിരിച്ചു കിട്ടാൻ പോവാ സുന്ദരി. ഞങ്ങൾ ഒരുമിക്കാൻ പോവാ സുന്ദരി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിക്കാൻ പോവാ. ആ, ത്രിവിക്രമനെ ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. രാത്രി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് തയ്യാറാവാൻ പറയാം. ഹലോ ശിവാനി. ഹലോ ത്രിവിക്രം, എവിടെയുള്ളത്? ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് രാത്രി എനിക്ക് വേണ്ടിയിട്ട് കുറച്ചു നേരം ഫ്രീ ആവാൻ പറ്റുമോ? ഷോ, വൈ നോട്ട്. എന്താ, എവിടെയെങ്കിലും ഡിന്നറിന് പോകാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, അത് രാത്രി ഒന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. അമ്പലത്തിലോ? നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്നത് താൻ പറയുമെന്ന് കരുതിയപ്പോ അമ്പലത്തിൽ പോവാന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ത്രിവിക്രം, എനിക്ക് വേണ്ടിയല്ലേ, പ്ലീസ്. ഓക്കെ. ആ പിന്നെ ത്രിവിക്രം, ഇന്ന് അമ്പലത്തില് ഒരു പ്രധാനപ്പെട്ട പൂജയുണ്ട്. ത്രിവിക്രം, ഇന്ന് എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നീ മനസ്സിലാക്കാനുണ്ട്. ഇന്ന് മുതൽ നിന്റെ ജീവിതം വേറെ ആയിരിക്കും ത്രിവിക്രം. റിയലി? എന്താ അത്? രാത്രി എല്ലാം നിനക്ക് മനസ്സിലാകും. അതുവരെ നീ കാത്തിരുന്നേ പറ്റൂ. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഒരു കാരണവശാലും വരാതിരിക്കല്ലേ. ഷുവർ. ആദിശേഷ, ബ്രോ, ഈ രാത്രിയിൽ എവിടെ പോകാൻ റെഡിയാവുന്ന? ആ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അല്ല, എന്ത് ജോലിയാണെന്ന് പറയില്ലേ? നീ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റില്ല. ബ്രോ, ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ? വേണ്ട. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് അല്ല ബ്രോ, ഞാനും വരാന്നേ. വേണ്ടെന്നല്ല എന്നോട് പറഞ്ഞു. ബൈ. അത് അല്ല, ഈ രാത്രി ഇത് എവിടെ പോകുന്നതായിരിക്കും? ചോദിച്ചിട്ടാണെങ്കിൽ പറയുന്നില്ല. അല്ല, എന്ത് പണിയായിരിക്കും ഈ സമയത്തുള്ള? അതൊന്നും അറിയണമല്ലോ. ആദിശേഷ, നീ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ എന്റെ കൂടെ ഒന്നാകാൻ വേണ്ടി വരുന്നത് പോലെയുണ്ട്. ഇന്ന് നമ്മുടെ പ്രണയം ഒന്നാകും ആദിശേഷ. ശിവാനി, താനെന്താ ഇങ്ങനെ നോക്കുന്നേ? ഓ, ലേറ്റായി പോയതുകൊണ്ടാണോ? ആ തൃശ്ശൂരിൽ ഇപ്പൊ വീട്ടിലുണ്ടല്ലോ, അവന്റെ കണ്ണു വെട്ടിച്ച് വരാൻ വേണ്ടി നോക്കിയപ്പോ ലേറ്റായതാ. സാരില്ല, വിട്ടേക്ക്. നീ ഇങ്ങോട്ട് വന്നത് വീട്ടുകാരറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? നോ ചാൻസ്. അറിയുന്ന പോയിട്ട് ഡൗട്ട് പോലും തോന്നാൻ ചാൻസ് ഇല്ല.